നമ്മളെ 900 കണ്ടിയില്ലേ, നമ്മുടെ സണ്ണിച്ചായ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അവരിനി വാട്ടർഫാൾസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ പാർക്കുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, അതാണ് മെയിൻ. ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് നമ്മളെല്ലാവരും വന്നിട്ടുണ്ടാവുക. എല്ലാവരും വരുന്നത് അതിനാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് മക്കളെ 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. ഓക്കെ, നമ്മളിപ്പോൾ അവസാനമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പാ അതായത് എല്ലാവരും വരണം കേട്ടോ ഇവിടെ. എല്ലാവരും ഈ സംഭവം ഒന്ന് അനുഭവിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് അടി കാണിച്ചേ, അടിയൊന്നും കാണുന്നില്ല കേട്ടോ ഇവിടുന്ന്. ഇതാണ് മക്കളെ 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ചൈനയിൽ നിന്ന് പോകുന്ന അത്രയൊന്നുമില്ല. എന്നാലും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്ക് ഉറപ്പായിട്ടും വന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്ന ആഗ്രഹമുള്ള ആൾക്ക് ഉറപ്പായിട്ടും വരാം. വലിയ പേടിക്കൊന്നുമില്ല. ജസ്റ്റ് വീണാൽ ഒരു ചെറിയൊരു കൊക്കയിൽ പോകുന്നുള്ളൂ. ഇത് നമ്മളെ പിന്നെ നമ്മൾ 900 കണ്ടിയിലെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് ഉള്ള വ്യൂ ആണ് കേട്ടത്. വാവ്, അത് മലേൻ്റെ മുകളിൽ ഒരു വണ്ടിയൊക്കെ പോയി കളിയെല്ലാം കണ്ടേ. അത് വണ്ടിയാണോ അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലും പോയാണെന്ന് തിരിയുന്നില്ല. ഒരു പുല്ല് 2 വീലിൻ്റെ ഇതെല്ലാം കാണുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമ്മളെ സണ്ണിച്ചായ നമുക്ക് പറഞ്ഞു തരും. പറയല്ലേ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഞാനിവിടെ ചെയ്തത് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടി ചെയ്തതാണ്. ഞാനൊരു പബ്ലിക്കിന് വേണ്ടിയല്ല ഞാൻ ചെയ്തത്. പക്ഷേ ഇത് യൂട്യൂബിൽ വൈറലാകുകയും പബ്ലിക് ഇവിടെ ധാരാളം വരാൻ തുടങ്ങിയതോടുകൂടി പിന്നെ ഒരു പാർക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ പാർക്കും ഡെവലപ്പ് ചെയ്തു. അതോടുകൂടി അതായത് ഒരു ഗ്രാമം, ഞാൻ 2019 ജൂണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 19 സ്റ്റാർട്ട് ചെയ്തത് ഒരു പഞ്ചായത്ത് ഞാൻ ആവശ്യത്തിന് വന്നപ്പോൾ എന്നോടൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ പൂട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ജീപ്പുകാർ ഏതാണ്ട് 10-32 ജീപ്പുകാർ ഇവിടെ ഓടാൻ തുടങ്ങി. അപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് നല്ല ഒരു ഇത് കിട്ടി. അവരുടെ തന്നെ സ്കൂളിലെ ഫീസ് കൂടെ ജൂണിൽ അവർക്ക് പൈസ കൊടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വന്ന് അത്യാവശ്യം ഡെയിലി നല്ലപോലെ ട്രിപ്പുകൾ കിട്ടിയതോടുകൂടി അവരുടെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി. അവർക്കൊക്കെ നന്നായിട്ട് ജീവിക്കാൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ മേപ്പാടി കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ഒരു ഗ്രാമം മുഴുവൻ ഉണർന്നിരുന്നേറ്റെന്ന് തന്നെ പറയാം. അത്രയും ടൂറിസ്റ്റുകൾ വരികയും
ഈ ഒരു ഗ്രാമത്തിലേക്ക് വേണ്ട ചെറുകിട തട്ട് കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ഹോട്ടലുകാർക്കും ജീപ്പുകാർക്കും സാധാരണകൾക്കും ഓട്ടോറിക്ഷക്കാർക്കും ഒക്കെ വളരെയധികം ഓട്ടം കിട്ടുകയും ഒരു ജീവിത നിലവാരം അവർക്കൊന്ന് ഉയർത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം എന്നോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഉയരാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടൊരു മെച്ചം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അത് വീണ്ടും കുറച്ചുകൂടെ ആൾക്കാർ വരാണ്ട രീതിയിലുള്ള കുറേ കൂടെ കാര്യങ്ങൾ, പാർക്ക്, പിന്നെ സ്കൈ വാക്ക്, അതുപോലെ തന്നെ വ്യൂ പോയിൻ്റ് എല്ലാം ഞാൻ വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോട്ടിങ് ഡെവലപ്പ് ചെയ്തു. ഇതൊക്കെ അതിനകത്ത് സുഭിക്ഷ കേരളം പദ്ധതിയിൽ മീനിനെ വളർത്തുകയും അതോടൊപ്പം തന്നെ മീനിനെ വളർത്താൻ വേണ്ടി ചെയ്തപ്പോൾ എനിക്കതൊരു ഐഡിയ തോന്നി. എന്നാൽ പിന്നെ ബോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർക്ക് അതും കൂടെ എൻജോയ് ചെയ്യാനുള്ള ഈ മലമുകളിലൊരു രാത്രിയിൽ തണുത്ത കാലാവസ്ഥയിൽ ബോട്ടിങ് നടത്തുന്നവർക്ക് വളരെ നല്ലൊരു സന്തോഷപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റും കൂടെ ചെയ്യാൻ പോകുന്നുണ്ട്. രാത്രിയിൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് പാർക്കിനകത്ത് ഫുഡ് സെർവ് ചെയ്യാനും ആൾക്കാർക്ക് വരിക എൻജോയ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു ഇത് ഗവൺമെൻറ് അനുവദിക്കുന്ന നിയമം പ്രകാരമുള്ള ഒരു സമയം വരെ അത് കണ്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പം കേട്ടത് നമ്മുടെ 900 കണ്ടീൻ്റെ ഓണർ സണ്ണിച്ചായൻ്റെ വാക്കുകളാണ്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എന്തിനാണ് ഉണ്ടാക്കിയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വയനാട് വന്നാൽ നിങ്ങൾ ഉറപ്പായി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മളെ ഈ ഗ്ലാസ് ബ്രിഡ്ജ്, അതായത് നമ്മുടെ 900 കണ്ടിയിലുള്ള. അപ്പോൾ ഇനി ഉറപ്പായിട്ട് ആരെങ്കിലും നമ്മളെ വയനാട് വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങൾ കാണാതെ ഒരിക്കലും പോകരുത് കേട്ടോ. അതായത് പിന്നെ വേറൊരു കാര്യം പറയണം കേട്ടോ. നമ്മൾ ഈ ബ്രിഡ്ജില്ലേ, ഈ നമ്മൾ 900 കണ്ടിൻ്റെ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിക്ക് ദോഷം ചെയ്ത ഒരു കാര്യം ചെയ്തു കേട്ടോ. ഏറ്റവും വലിയ എക്സാമ്പിളാണ് കേട്ടോ ഇത്. നിങ്ങൾ ഈ മരം പോലെ അവർ മുറിച്ചിട്ടില്ല. ഈ മരം പോലെ മുറിക്കാണ്ട് ഈ മരത്തിനൊരു വട്ട ഇതാക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കേട്ടോ. നമുക്ക് നോക്കുങ്ങൾ. അപ്പോൾ അത്രയ്ക്കൊന്നും അറിയാം. ഈ നമ്മുടെ സണ്ണിച്ചായൻ്റെ വാക്കുകൾ അത് മൊത്തം നമുക്ക് കാണാം. അവർ ഭയങ്കര മറ്റേ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു മരം പോലും മുറിക്കാണ്ട് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചത്. ഇപ്പോൾ ഇത് നമ്മളൊരു വലിയൊരു പാറയില്ലേ, ആ പാറേൻ്റെ അടിയിൽ നമ്മൾ ഏണി വെച്ചിട്ടാണ് ഇപ്പോൾ കാര്യം വന്നത്. ഇത് പാറ എന്ന് വെച്ചാൽ എനിക്കൊന്ന് പാറ എന്ന് പറയാൻ പറ്റില്ല, ഒരു മല പോലത്തെ ഒരു പാറ. കുട്ടിയൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഒരു പാറേൻ്റെ മേലെ കൂടിയാണ്. പാറേൻ്റെ മേലെ കൂടി ഒരു ബ്രിഡ്ജ് ഇട്ടുണ്ട്. 2 പാറകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു ബ്രിഡ്ജ് ഇട്ടിന്. ഇവിടുന്ന് ഒരു അസാധ്യമായ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. കുന്നിൻ്റെ ടോപ്പ് കാണാനുള്ള ഒരു സ്ഥലമാണിത്. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഒരു പാറയമേൽ ഒരു മീനിനെ നിർമ്മിച്ച് ഒരു കലാകാരൻ ഒരു പാറയമേൽ മീനിനെ നിർമ്മിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ 900 കണ്ടിയിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, മലയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടാൻ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ എല്ലാവരും വന്നാൽ ഉറപ്പായിട്ടും ഈ നമ്മൾ 900 കണ്ടിയിൽ വന്നിട്ട് ഈ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു പാർക്കുണ്ട്. ഇങ്ങനെ പാർക്കിൽ വന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഈ മലയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടുക, അതൊക്കെ ഒരു രസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് ഒരു രസം. അപ്പോൾ നമ്മൾ 900 കണ്ടിയിലെ ഒരു ബോട്ട് സവാരിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യം നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 900 കണ്ടിയിലെ ബോട്ടൊക്കെയായിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര രസമുള്ള സംഭവം കേട്ടോ. ഇത് വളക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്, നമുക്ക് വളച്ചെടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഓക്കെ, അയ്യോ ഇത് നമ്മൾ എന്താ പറയുക, ഇത് വേറെ ഒരു രസകരമായ അനുഭവം കേട്ടോ. എന്താ പറയുക കാണിച്ചാൽ നമ്മൾ പിന്നെ സാധാരണ നമ്മൾ പോകുന്നത് നമ്മൾ വലിയ മറ്റേ പുഴയിലാണ് പോവാം. പക്ഷെ ഇത് ചെറിയൊരു ഇതാണ്, എന്താ പറയുക, തോട് പോലെ സ്ഥലം. പക്ഷെ ഇവിടുന്ന് നമുക്ക് പോകാനും വളച്ച് വരാനൊക്കെ നല്ല രസമാണ്. ഓക്കെ, ചെറിയ സ്ഥലമാണ്.
ചെറിയ സ്ഥലം ഞാൻ എൻ്റെ മുന്നിൽ കാണിച്ചു തരാം. മുന്നിൽ കണ്ട നിങ്ങൾ മെല്ലെ മെല്ലെ വെച്ചു. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ള അനുഭവമാണ്. നമ്മളിത് ചവിട്ടണം കേട്ടോ. ഇത് നമ്മൾ കാല് കൊണ്ട് ഇത് ഇങ്ങനെ ചവിട്ടണം. കാല് കൊണ്ട് ചവിട്ടിയാലാണ് ഇത് പോവുക. തൊള്ളായിരം കണ്ടിൽ വന്നാൽ ബോട്ടിൽ കയറാണ്ട് ആരും പോകരുത് കേട്ടോ. ബോട്ടിൽ ഉറപ്പായിട്ട് കയറിയിട്ട് പോണേ. അതൊരു ഭയങ്കര രസമുള്ളൊരു അനുഭവമാണ്. ചെറിയ സ്ഥലമാണ്, പക്ഷെ നമുക്ക് സൂപ്പറായിട്ട് ഓടിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ സണ്ണി ചായ ഭയങ്കര നന്ദി. ഓക്കെ ഓക്കെ, വളരെ നന്ദി. നന്നായിട്ട് ബ്ലോഗ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് വളർന്നു വരട്ടെ. എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 900 കണ്ടിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പാനൂരിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ, പാനൂർ തലശ്ശേരിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നേരെ മാനന്തവാടി വരിക. മാനന്തവാടിയിൽ നിന്ന് കൽപ്പറ്റ വരിക. കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വരിക. മേപ്പാടിയിൽ നിന്ന് നേരെ നമ്മൾ 900 കണ്ടി എന്ന് പറഞ്ഞാൽ ആരും വഴി കാണിച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ. കണ്ടിയിലേക്ക് കാര്യം നേനാക്കാട്ടും പാടാണ്. നമ്മൾ ഇറങ്ങിപ്പോക്ക് കേട്ടോ. അത്രക്കും ഡേഞ്ചറായിട്ടുള്ള റോഡാണ്. മഴ പെയ്താൽ നോക്കണ്ട, വണ്ടി സ്ലിപ്പാവുമെന്ന് ഉറപ്പാണ്.